ത്രേതായുഗത്തിൻ്റെ അവസാന കാലം. അപ്പോൾ ദേവലോകത്തിലെല്ലാം ചർച്ച നടക്കുകയാണ്. മഹാദേവൻ പോയി ബ്രഹ്മാവുമായി ആലോചിച്ച് മഹാവിഷ്ണുവിന് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്താനുള്ള സമയത്തിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ ദേഹം വെടിയാൻ, അതായത് ഭൂമിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മതിയാക്കി ദേവലോകത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന് മഹാദേവനും ബ്രഹ്മാവും യമലോകത്ത് യമദേവനെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയോധ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയോധ്യ നഗരം പൂർണ്ണമായും ശോകമൂകമായി ഇരുട്ടിലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ ശ്രീരാമസ്വാമിക്ക് ജീവൻ വെടിയാനുള്ള സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അയോധ്യ പോലും നിശ്ചലമായി ഇരുട്ട് വീണ ഒരവസ്ഥയിലാണ്. അപ്പോൾ യമലോകത്ത് നിന്ന് യമദേവൻ ശ്രീരാമ ഭഗവാന്റെ ജീവൻ എടുക്കാനായി തിരിക്കുകയാണ്. പക്ഷേ യമദേവന് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രാമഭക്തനായ വായുപുത്രനായ ഹനുമാൻ സ്വാമി ശ്രീരാമ ഭഗവാന് കാവലായുള്ളിടത്തോളം കാലം ശ്രീരാമസ്വാമിയുടെ ജീവൻ എടുക്കുക എന്നത് വളരെ ദുസ്സഹമായ കാര്യമാണ് എന്ന് യമദേവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ശ്രീരാമ ഭഗവാനും മനസ്സിലാവുന്നു. എത്ര കാലം നമ്മുടെ ശ്രീരാമ സ്വാമിയോടൊപ്പം ഹനുമാൻ സ്വാമി ഉണ്ടോ അത്രയും കാലം ഒരിക്കലും മരണത്തിന് ശ്രീരാമൻ്റെ 7 അയലത്ത് പോലും വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് രാമായണത്തിൽ ശ്രീരാമ ഭഗവാന്റെ അന്ത്യം, അല്ലെങ്കിൽ ശ്രീരാമൻ തൻ്റെ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് ദേവലോകത്തിലേക്ക് പോകുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത്. കാരണം രാമായണ മാസം ഏകദേശം ഈ മാസം 17-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്രീരാമസ്വാമിയുടെ അവസാന യാത്രയെക്കുറിച്ച് പറയാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് യമലോകത്തിൽ നിന്ന് ഭഗവാൻ യമദേവന് അയോധ്യയിലേക്ക് വരാൻ ശ്രീരാമ ദൂതനായിട്ടുള്ള ഹനുമാൻ അവിടെ ഉണ്ടെങ്കിൽ കഴിയില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നേരെ സരയൂ നദിയുടെ അടുത്ത് പോയി തൻ്റെ മോതിരം, സീതാദേവി തനിക്ക് നൽകിയ മോതിരം ഒരു ചെറിയ ദ്വാരത്തിൽ കൂടി താഴേക്കിടുകയാണ്. അപ്പോൾ ഹനുമാനെ ഈ വിവരം ശ്രീരാമസ്വാമി അറിയിക്കുകയാണ്. എൻ്റെ മോതിരം ഒന്ന് പോയി എടുത്തുകൊണ്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങെന്തിനാണ് എന്നോടിങ്ങനെ ആജ്ഞാപിക്കേണ്ട ഒരാവശ്യമില്ല, അങ്ങ് എന്നോട് അപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അങ്ങയുടെ ഏതാഗ്രഹവും സാധിക്കാനാണ് ഈ രാമഭക്തനായ ഞാനുള്ളത് എന്ന് പറഞ്ഞ് വായുദേവനായ ഹനുമാൻ സ്വാമി ഒരു ചെറിയ എറുമ്പിൻ്റെ രൂപം പൂണ്ട് ഈ ദ്വാരത്തിനുള്ളിലേക്ക്, എന്നാൽ മാത്രമല്ലേ പ്രവേശിക്കാൻ പറ്റുള്ളൂ, പോകുന്നു. പക്ഷെ അത് ചെറിയ ഒരു ദ്വാരമായിരുന്നില്ല. അകത്തേക്ക് പോകും തോറും അത് പാതാളത്തിലേക്കുള്ള വഴിയായിരുന്നു എന്ന് ഹനുമാൻ സ്വാമി പിന്നീട് മനസ്സിലാക്കുന്നു. അങ്ങനെ പോകുന്ന ഹനുമാൻ പിന്നീട് നാഗലോകത്തിലെത്തുന്നു. നാഗലോകത്തിൽ നാഗങ്ങളുടെ രാജാവായ വാസുകി അവിടെ ഉണ്ടായിരുന്നു. വാസുകി ചോദിക്കും എന്താണ് ഹനുമാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ പറയും, സീതാദേവി ശ്രീരാമന് നൽകിയ മോതിരം അറിയാതെ ഈ ദ്വാരം വഴി ഇവിടേക്ക് വീഴുകയും അതന്വേഷിച്ചാണ് ഞാൻ എത്തിയതെന്ന് പറയുമ്പോൾ വാസുകി ഒരു വലിയ കൊട്ടാര സദൃശ്യമായ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവിടെ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണ്ണ മോതിരങ്ങൾ കണ്ട് ഭയചകിതനായി അത്ഭുതസ്തബ്ധനായി നിൽക്കുകയാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ ചോദിക്കും, ഇത്രയും മോതിരങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ എൻ്റെ രാമൻ്റെ മോതിരം എങ്ങനെയാണ്, സീതാദേവി കൊടുത്ത മോതിരം, എല്ലാ മോതിരങ്ങളും ഒരേപോലെ ഇരിക്കുന്നു. അപ്പോഴാണ് വാസുകി പറയുന്നത്, ഓരോ യുഗം തോറും ശ്രീരാമസ്വാമി ജന്മമെടുക്കുന്നു. ഓരോ ഹനുമാനും ഇവിടെ മോതിരം കളഞ്ഞുപോയി മോതിരം അന്വേഷിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ശ്രീരാമൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള സമയമാണ് ഭൂലോകത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അവിടെ നിന്ന് നിന്നെ ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം വേദനയോടുകൂടി മോതിരവും എടുത്തുകൊണ്ട് ഹനുമാൻ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അയോധ്യയിലേക്ക്
യമദേവൻ ഒരു സന്യാസിയുടെ രൂപം പൂണ്ട് പ്രവേശിക്കുന്നു. ശ്രീരാമസ്വാമി, കാരണം ഇപ്പോൾ ഹനുമാൻ ഇല്ലല്ലോ, മോതിരം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ ഞാനിവിടെ പറഞ്ഞ് നിർത്തുമ്പോൾ അയോധ്യയിൽ നടക്കുന്ന കാര്യം ഇതാണ്. അയോധ്യയിലേക്ക് നമ്മുടെ യമദേവൻ ഒരു സന്യാസ രൂപം പൂണ്ട് സന്യാസിയുടെ രൂപത്തിൽ പ്രവേശിക്കുന്നു. അവിടെ രാമനുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പറയുന്നു, നമ്മുടെ സംസാര മധ്യേ ആരിതിനകത്തേക്ക് പ്രവേശിച്ചാലും അവർക്ക് വധശിക്ഷ നൽകേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മണനെ പ്രധാന വാതിലിന് മുന്നിൽ കാവൽ നിർത്തിയിരിക്കുകയാണ് കൊട്ടാരത്തിൻ്റെ. അപ്പോൾ ആ വഴി, അപ്പോൾ ഇവരുടെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കവേ ആ വഴിയെ ദുർവാസാവ് മഹർഷി വരികയാണ്. വന്നിട്ട് പറയുന്നു, എനിക്ക് രാമനെ ഇപ്പോൾ തന്നെ കാണണം. ലക്ഷ്മണനോട് പറയുകയാണ്, എനിക്ക് രാമനെ ഇപ്പോൾ തന്നെ കാണണം, എന്നെ അകത്തേക്ക് കടത്തിവിടുമെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഇല്ല, നമുക്കകത്തേക്ക് ആർക്കും പ്രവേശനമില്ല, അവിടെ അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിലാണ് എന്ന് പറയുമ്പോൾ ദുർവാസാവിനെ അറിയാമല്ലോ, ഏറ്റവും കോപിഷ്ഠനായ മുനിവര്യനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ അയോധ്യയും നിനക്ക് ജനിക്കാൻ പോകുന്ന സന്തത പരമ്പരകളെയും മുൻമൂല നാശനം ചെയ്ത് കളയും, ശപിച്ച്. അത് വേണോ അതോ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ രാജ്യത്തെ ജനങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ലക്ഷ്മണൻ രാമനെ പോലെ തന്നെ അക്കാര്യത്തിൽ ഭയങ്കരമായ ഒരു ഒരു സച്ചിന്തയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നു, തൻ്റെ അയോധ്യ നശിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല, അയോധ്യയിലെ ജനങ്ങൾക്ക് നാശം വരുന്ന കാര്യം ഒന്നും തന്നെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ല. അദ്ദേഹം നേരെ മനസ്സോടെ രാമൻ്റെ വാക്കുകൾ ഭേദിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി വധശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷേ സ്വന്തം സഹോദരനെ വധിക്കാൻ രാമന് ഒരിക്കലും കഴിയില്ല. അങ്ങനെ രാമൻ വസിഷ്ഠമുനിയുടെ ഉപദേശം തേടുകയാണ്. അദ്ദേഹം പറയുന്നു, തൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ വേർപിരിയുക എന്ന് പറയുന്നത് ലക്ഷ്മണനെ സംബന്ധിച്ച് മരണതുല്യമായിരിക്കും. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ അദ്ദേഹത്തെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുന്നുവെന്ന് കൽപ്പിക്കുക. അങ്ങനെ രാമൻ വസിഷ്ഠമുനിയുടെ ഉപദേശപ്രകാരം ലക്ഷ്മണനെ ഈ രാജ്യത്തു നിന്ന് പുറത്തു പോകാൻ പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം കീറിമുറിക്കുന്ന വേദനയായിരുന്നു. കാരണം ഹനുമാൻ സ്വാമിയെ പോലെ തന്നെ ലക്ഷ്മണനും രാമനില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അദ്ദേഹം നേരെ സരയൂ നദിയിലേക്ക് നടക്കുന്നു. അവിടെ പോയിട്ട് ഹൃദയഭേദകമായി രാമനെ പിരിയുന്ന വേദനയോടുകൂടി ജലസമാധി അടയുകയാണ്. അങ്ങനെ നമ്മുടെ യമദേവൻ പറഞ്ഞ വാക്ക് അവിടെ പാലിക്കപ്പെടുകയാണ്. പിന്നെ തന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ലക്ഷ്മണനും തന്നെ വിട്ടുപോയി എന്ന വേദന ഒരിക്കലും താങ്ങാനാവില്ല രാമന്. രാമൻ ഒരിക്കലും ലക്ഷ്മണനെ പിരിയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. തൻ്റെ അവസാനത്തെ തുണയും നഷ്ടപ്പെട്ടു എന്നറിയുന്ന രാമൻ ഹൃദയവേദനയോടെ, നമുക്കങ്ങനെയാണല്ലോ അല്ലേ, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ചില ആളുകൾ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, പിന്നീട് ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നതിന് സമമായി ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലർ അതോടുകൂടി അസുഖങ്ങളൊക്കെ ബാധിച്ച് മരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിയുന്ന വേദനയോടുകൂടി തന്നെയാണ് ശ്രീരാമ ഭഗവാൻ അന്തഃപുരിയിൽ നിന്ന് നേരെ സരയൂ നദിയുടെ തീരത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഹനുമാൻ പാതാളത്തിൽ നിന്ന് അവിടെ എത്തുന്നു. വേദനയോടുകൂടി ഭഗവാന്റെ പാദങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങയെ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഞാൻ ഒരിക്കലും രാമനെ മരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് ഹനുമാൻ. അപ്പോൾ അതിന് മറുപടിയായി ശ്രീരാമ ഭഗവാൻ പറയുന്നു, കാലചക്രമെന്ന് പറയുന്നത് തിരിഞ്ഞുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ അനിവാര്യമാണ്. മനുഷ്യ ജന്മമെടുത്തു വന്ന ഏതൊരു വ്യക്തിക്കും ജനനം എന്നൊന്നുണ്ടെങ്കിൽ മരണം എന്നുള്ളതുണ്ട്. അതിനെ നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകും. ഇത് ജീവിതത്തിൻ്റെ ഒരു ഒരു സത്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവൊരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ ഞാനും അങ്ങയുടെ ഒപ്പം വരുന്നു എന്ന് പറയുമ്പോൾ പറയുമില്ല, എവിടെ ഒരു വീട്ടിൽ രാമനാമം ജപിക്കുന്നുവോ അവിടെ രാമൻ്റെ പേരെടുക്കുന്നുവോ അവിടെ ഓടിയെത്താൻ എന്നും ഹനുമാൻ സ്വാമി ഈ ഭൂലോകത്തിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഹനുമാൻ സ്വാമിക്ക് മരണമില്ല, ചിരഞ്ജീവിയാണ്. ഇപ്പോഴും ഹിമാലയ സാനുക്കളിലിരുന്ന് അദ്ദേഹം രാമനാമജപം ജപിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്ന ധാരാളം ഋഷിവര്യന്മാരും മുനിമാരും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ ഒരു രാമനാമം ഏത് വീട്ടിൽ ജപിക്കുന്നുവോ ആ വീട്ടിൽ ഹനുമാൻ സ്വാമി എത്തുന്നു എന്നാണ് പറയുന്നത്. രാമൻ യുഗങ്ങൾ തോറും പിറവി എടുത്തുകൊണ്ടേയിരിക്കും എന്ന് ശ്രീരാമൻ പിന്നെ എവിടെ തിന്മയുണ്ടോ
അവിടെ നന്മ വിതയ്ക്കുവാനായി ഒരു രാമൻ എല്ലാ യുഗം തോറും പിറവിയെടുക്കുകയാണ്. അപ്പോൾ ഈ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചാണ് നമ്മുടെ ജനനവും മരണവും എല്ലാം നടക്കുന്നത്. മരണം എന്ന് പറയുന്നത് എത്രത്തോളം ജന്മമെടുക്കുന്നു എന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ അത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണ് മരണം. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമ്മൾക്കത് മരണതുല്യമായ വേദനയാണ് തരുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ നമ്മളും അനുഭവിക്കുന്നതാണ്. അത്യന്തികം രാമൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഒരു എത്രത്തോളം സംഘർഷങ്ങളിൽ കൂടിയാണ് ശ്രീരാമ ഭഗവാന്റെ ജീവിതം പോയത് എന്ന് രാമായണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ ഒരല്പം മനോവിഷമത്തോടെ അല്ലാതെ നമുക്ക് കേട്ടിരിക്കാനോ വായിച്ച് മനസ്സിലാക്കാനോ കഴിയില്ല. അപ്പോൾ ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലൈഫ് ലെസണാണ്, ഒരു ജീവിത പാഠമാണ്. മരണം അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. എത്ര പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നുവോ അത്രത്തോളം വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ളതാണ് ഇതുവഴി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ രാമായണ മാസത്തിൽ എല്ലാവർക്കും വീണ്ടും ഒരുപാട് ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും ഓരോ വീട്ടിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ്റെ മന്ത്രം രാമ 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 എന്ന് പറഞ്ഞ് ജപിക്കാത്ത ഒരു വീട് പോലും ഒരു ഹിന്ദു ഭവനം പോലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തുടർച്ചയായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസവും അതുപോലെ തന്നെ സന്തോഷവും കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ ഒന്നുകൂടി അറിയിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ വീഡിയോ രാമായണ മാസകാലത്തെ എനിക്കിടണമെന്നുണ്ടായിരുന്ന ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവർക്കും സ്നേഹം. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ ഫ്രണ്ട്സ്. ലവ് യു ആൾ.